ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുകയും ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒപ്പം എത്തിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ ഇപ്പോഴിതാ വലിയൊരു നീക്കത്തിനായി ഒരുങ്ങുന്നു. ആർട്ടിക്കിൾ 280 നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഒരു വമ്പൻ വാർത്ത തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാലങ്ങളായി നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ഒക്കെ പിന്നിൽ അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ അവർക്ക് അനുവദിച്ചിരിക്കുന്ന പ്രിവിലേജുകൾ നൽകാതെ അവരെ തരം താഴ്ത്തിക്കൊണ്ട്, അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഭരണകൂടങ്ങളായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇപ്പോൾ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ചിലതൊക്കെ വിഭജിക്കണമെന്ന് മറ്റു ചില രാജ്യങ്ങൾ കൂടി ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. അവിടുത്തെ ജനങ്ങളുടെ ഗോത്രവർഗ്ഗ മേഖലയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പട്ടികവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു വമ്പൻ നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്. കാരണം ഇവിടെ ഉള്ള ഇപ്പോൾ അസാമിലാണ് ഇത് നടപ്പാക്കുക. ആദ്യം BTC, അതായത് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ. ഈ കൗൺസിലിന് ഓട്ടോണമസ് ബോഡിയാണ്. നിയമസഭ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വയംഭരണ പ്രദേശങ്ങളാണ് ഈ ഗോത്രവർഗ്ഗ മേഖലകളെല്ലാം തന്നെ. പക്ഷേ ഇവർക്ക് ആവശ്യമായ ഫണ്ടുകളും മറ്റും നൽകാതെ നിയമക്കുരുക്കുകളിൽപ്പെട്ട് കിടന്ന് ഇവരുടെ പട്ടികവർഗ്ഗമാണ്, ബോഡോ എന്ന് പറയുന്ന വിഭാഗം പട്ടികവർഗ്ഗമാണ്. ഇത്തരത്തിൽ ഇവരെ അധപ്പതിപ്പിച്ചിട്ടിരിക്കുക. അവരുടെ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഭരണമായിരുന്നു ഒരു രാജ്യം ഇതുവരെ കണ്ടതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയും ഇവരുമായി ചർച്ച നടത്തുകയും 2020 ജനുവരി 27 കേന്ദ്രം ഒരു കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ആ കരാറിൻ്റെ ഭാഗമായിട്ട് തന്നെ ബോഡോ ലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന കൊക്രജാർ, ചിരാഗ്, ബാസ്ക, ഉദൽഗുരി, താമുൽപൂർ എന്നീ 5 ജില്ലകൾ, ഈ ഗോത്രവർഗ്ഗ മേഖലയിൽപ്പെടുന്ന 5 ജില്ലകൾ, 31 ലക്ഷം വരുന്ന ബോഡോ ഗോത്രവർഗം താമസിക്കുന്ന ഈ ഏരിയകളിൽ ഇപ്പോൾ കേന്ദ്രം നേരിട്ട് ഫണ്ട് നൽകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 280 കൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം. കാരണം ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇവിടെ ടൂറിസം വികസിപ്പിക്കുന്നതിനും മറ്റുമായി നേരിട്ട് ഫണ്ട് എത്തിക്കുന്നത്. മുമ്പ് ഇവർക്ക് സംസ്ഥാനത്ത് നിന്നായിരുന്നു ഫണ്ട് എത്തിയിരുന്നത്. 800 കോടി രൂപയാണ് ഇവരുടെ വാർഷിക ബഡ്ജറ്റ്. അതായത് അസം സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ 12% ഇവർക്കുള്ളതാണ്. ഇതിന് പകരം കേന്ദ്രം നേരിട്ട് ഇവർക്ക് ഫണ്ട് നൽകുന്നു. ഒപ്പം തന്നെ ഒരു സുപ്രധാനപരമായ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ സേനയെ നേരിട്ട് അയക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഈ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾക്ക് നമ്മുടെ രാജ്യം ഭരണഘടന അനുവദിച്ചു നൽകിയിരിക്കുന്ന ചില പ്രിവിലേജുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്രം നേരിട്ട് സൈന്യത്തെ അയക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഈ ഗോത്രവർഗ്ഗ മേഖലകളിൽ സൈന്യത്തെ അയക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ 280 നടപ്പാക്കുന്നതോടുകൂടി, ഒപ്പം 281 കൂടി നടപ്പാക്കുന്നു. അത് നടപ്പാക്കുന്നതോട് കൂടി തന്നെ ഇതുപോലുള്ള ഗോത്രവർഗ്ഗ മേഖലകളിൽ, അതായത് മണിപ്പൂർ അടക്കം ഇല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ മേഖലകളിൽ സൈന്യത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയും. അതായത് അവരുടെ ഏറ്റവും വലിയ, ഈ ഗോത്രവർഗ്ഗ വിഭാഗത്തിന് ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു അവർക്ക് നേരിട്ട് ഫണ്ട് നൽകണം. കാരണം തങ്ങളെ വികസനത്തിൻ്റെ പാതയിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ തങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ അത് അനിവാര്യമാണ് എന്ന് പറഞ്ഞു. ഫണ്ട് നൽകുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു നിയമം കൂടി അവിടെ വരും. അതായത് സൈന്യത്തിന് അവിടെ കടന്നു ചെല്ലാൻ കഴിയും. അതായത് ഈ നൂലാമാലകൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പം കടന്നു ചെല്ലാൻ കഴിയും. നമുക്കറിയാം, മണിപ്പൂരിലേക്ക് കലാപം പലരും ചോദിക്കാറുണ്ട്, സൈന്യം ഇറങ്ങി അടിച്ച് നിരപ്പാക്കിക്കൂടെ എന്നൊക്കെ. പക്ഷേ അതിന് കുറേ പരിമിതികളുണ്ട്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളാണ്. ആ വിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്, ചില പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജിന് അനുസൃതമായിട്ട് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഇതൊരു ഏകാധിപത്യ രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. ഏതായാലും ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലുള്ള ഗോത്രവർഗ്ഗ മേഖലയ്ക്കും വലിയ ഗുണമായി മാറുകയും കേന്ദ്രം നേരിട്ട് ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനം പോലെ ഇത് മാറുകയും ചെയ്യും. അതായത് സമ്പത്ത് മാത്രമല്ല, സൈനിക സേവനവും അവിടെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. ഏതായാലും ഈ ബോഡോ കലാപത്തിനൊക്കെ നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതാക്കൾ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് വലിയ ഒരു പ്രഖ്യാപനം തന്നെയാണ് കേന്ദ്രത്തിൻ്റേത്. കേന്ദ്രം ഈ ബില്ലിൻ്റെ പണിപ്പുരയിലാണ് എന്നുകൂടി അവർ പറയുന്നു. ഏതായാലും ഈ ബില്ല് വരുന്നതോടുകൂടി കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഗോത്രവർഗ്ഗ വിഭാഗം സമരം ചെയ്തിരുന്ന, കലാപം നടത്തിയിരുന്ന കാരണങ്ങളെല്ലാം തന്നെ അവസാനിക്കുകയാണ്. അവർക്ക് അവരുടെ വികസനത്തിന്, അവർക്ക് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രം നേരിട്ട് കൊടുക്കുന്നു. അതായത് ഒരു കേന്ദ്ര ഭരണ പ്രദേശം പോലെ തന്നെയാണ് ഇനി മുതൽ ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ബോഡികൾ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഹിൽ സൊസൈറ്റികൾ, ഇല്ലെങ്കിൽ ഇത്തരം ബോഡികൾ പ്രവർത്തിക്കുക. ഏതായാലും വലിയ ഒരു കാര്യമാണ്. അവർ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും കാലങ്ങളായി അവർ ഈ കലാപം നടത്തിയിരുന്നതുമെല്ലാം ഇതിനു വേണ്ടി തന്നെയായിരുന്നു. ഇത് നടത്തുന്നത് വലിയ ഗുണകരമാണ് നമ്മുടെ രാജ്യത്തിനും ഈ പറയുന്ന ഗോത്രവർഗ്ഗങ്ങൾക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.